ഹലോ കുട്ടികളെ, ഇന്ന് ക്ലാസ് 7ത്തിലെ വസന്ത് പാഠ്യപുസ്തകത്തിലെ നീലകണ്ഠ് എന്ന അധ്യായമാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നീലകണ്ഠ് എന്ന ഈ അധ്യായം മഹാദേവി വർമ്മ എഴുതിയ ഒരു രേഖാചിത്രമാണ്. ലേഖിക ഈ രേഖാചിത്രത്തിൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വളർത്തുമൃഗങ്ങളിൽ ഒന്നായ നീലകണ്ഠ് എന്ന ഒരു മയിലിൻ്റെ സ്വഭാവ വിശേഷതകളും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ സൗന്ദര്യവുമൊക്കെയാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. എൻ്റെ കൂടെ തന്നെ വായിച്ചുകൊണ്ട് നിങ്ങൾ എക്സ്പ്ലനേഷൻ കേൾക്കുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. नीलकंठ. उस दिन एक अतिथि को स्टेशन पहुंचाकर मैं लौट रही थी कि चिड़ियों और खरगोशों की दुकान का ध्यान आ गया और मैंने ड्राइवर को उसी ओर चलने का आदेश दिया. അപ്പോൾ ലേഖിക ആ ഒരു ദിവസം അതിഥിയെ വിട്ട്, അതായത് വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, ആ ഗസ്റ്റിനെ സ്റ്റേഷനിലോട്ട് എത്തിച്ചിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ പക്ഷികളുടെയും മുയലുകളെയും ഒക്കെ വിൽക്കുന്ന കട, അതായത് പെറ്റ് ഷോപ്പ്, അതിനെപ്പറ്റി ഓർമ്മ വന്നു. അതിനെപ്പറ്റി ഓർമ്മ വന്നപ്പോൾ ഡ്രൈവറിനോട് പറഞ്ഞു അവിടെ നിർത്താനായിട്ട്, ആ പെറ്റ് ഷോപ്പിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ആദേശ് ദിയ, ഓർഡർ കൊടുത്തു. बड़े मियाँ चिड़िया वाले की दुकान के निकट पहुँचते ही उन्होंने सड़क पर आकर ड्राइवर को रुकने का संकेत दिया. അപ്പോൾ ബഡേ മിയാ ചിടിയ വാല, അയാളുടെ ബഡേ മിയ എന്നാണ് അയാളുടെ പേര്. അപ്പോൾ ബഡേ മിയ ചിടിയാവാലേക്ക് ദുക്കാൻ, അപ്പോൾ അയാളുടെ ആ പെറ്റ് ഷോപ്പിൽ അടുത്തെത്തിയപ്പോഴേക്കും നിക്കട്ട് എന്ന് പറഞ്ഞാൽ അവിടെ അടുത്തെത്തിയപ്പോഴേക്കും അദ്ദേഹം റോഡിലോട്ട് ഇറങ്ങി വന്ന് ഡ്രൈവറിനെ വണ്ടി നിർത്താനായിട്ട് ഇങ്ങനെ സിഗ്നൽ കൊടുക്കുകയാണ്. സങ്കേത് കിയ. മേരെ കോയി പ്രശ്ന കർണേക്ക് പെഹലെ ഹി ഉനോനെ കഹന ആരംഭ കിയ. ഞാൻ എന്തെങ്കിലും ഒന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ തിരിച്ച് പറയാൻ തുടങ്ങി. सलाम गुरुजी, पिछली बार आने पर आपने मोर के बच्चों के लिए पूछा था. शंकरगढ़ से एक चिड़ीमार 2 मोर के बच्चे पकड़ लाया है. एक मोर है, एक मोरनी. आप पाले. मोर के पंजों से दवा बनती है, सो ऐसे ही लोग खरीदने आए थे. आखिर मेरे सीने में भी तो इंसान का दिल है. मारने के लिए ऐसी मासूम चिड़ियों को कैसे दूं? टालने के लिए मैंने कह दिया ഗുരുജീനെ മംഗ്വായേ ഹേ. അപ്പോൾ അയാൾ പറയുകയാണ് ലേഖികയോട്, സലാം ഗുരുജി, കഴിഞ്ഞ പ്രാവശ്യം താങ്കൾ വന്നപ്പോൾ മോർക്കെ ബച്ചോങ്കോ, അതായത് പീക്കോക്കിൻ്റെ കുട്ടികൾ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ശങ്കർഗഡിൽ നിന്നും പക്ഷിയെ പിടിച്ചുകൊണ്ട് വരുന്ന ആൾ 2 മോർ, അതായത് പീക്കോക്കിൻ്റെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഏക് മോർ ഹേ ഓർ ഏക് മോർനി. അപ്പോൾ ഒരു പീക്കോക്കാണ്, ഒരു പീഹെന്നാണ്. ആ പാലെ താങ്കൾ വളർത്തിയാലും മോർ കെ പഞ്ചോ സേ ദവാ ബൻതി ഹേ, സോ ऐसे ही लोग खरीदने आए थे. അപ്പോൾ ഈ മോറിൻ്റെ ആ ക്ലോസ് വെച്ചിട്ട് മരുന്നുണ്ടാക്കാറുണ്ട്. അപ്പം അതിനായിട്ടാണ് ആളുകൾ വരുന്നത്. ആഖിർ മേരെ സീനെ മേ ബി തോ ഇൻസാൻ കാ ദിൽ ഹേ. എൻ്റെ ഹൃദയത്തിലും മനുഷ്യരുടെ ഹൃദയമാണ്, അതായത് മനുഷ്യ ഹൃദയമാണ് എൻ്റേത്. അപ്പോൾ എനിക്ക് എന്തായാലും അതിനെ കൊല്ലാനായിട്ട് കൊടുക്കാൻ മനസ്സ് വരുന്നില്ല. മാർനെഗിലി ഏസെ മാസൂം ചിടിയൊക്കെ കേസേ ദൂ. അതിനെ കൊല്ലാനായിട്ട് ഇങ്ങനെ പാവം തോന്നുന്ന ഈ പക്ഷി എങ്ങനെ എനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും? ടാലിനെക്കിലിയ മെനെ കഹദിയ, അതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട്, അവരെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞു പോയി. ഗുരുജീനെ മംഗ്വായേ ഹേ, ഗുരുജിയാണ് ഇത് വരുത്തിച്ചതെന്നും. വെസയ കമ്പക് റോസ്ഗാർ ഹി ഖറാബ് ഹേ. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഈ വ്യവസായം, റോസ്ഗാർ എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് അല്ലേ, അത് തന്നെ മോശമാണ്. ബസ് പക്കടോ മാറോ അതിനെ പിടിക്കുക പിന്നെ കൊല്ലുക, അത് തന്നെയാണ് ഈ വ്യവസായം. അത് ശരിക്കും മോശമായ വ്യവസായം തന്നെയാണെന്ന് സ്വയം അയാൾ പറയുകയാണ്. बड़े मियाँ के भाषण की तूफान मेल के लिए कोई निश्चित स्टेशन नहीं है. सुनने वाला थक कर जहाँ रोक दे वहीं स्टेशन मान लिया जाता है. इस तथ्य से परिचित होने के कारण ही मैंने बीच में उन्हें रोक कर पूछा. അപ്പോൾ ഈ ബഡേ മിയയുടെ ആ ഭാഷണം, അതായത് ആ സ്പീച്ച് ഒക്കെ എങ്ങനെയുള്ള സ്പീച്ചാണത്? തുഫാൻ മേലിനെ പോലെയാണ്, അതായത് സ്റ്റോം പോലെ എന്ന് പറയാം. അത്രയ്ക്ക് സ്പീഡിലാണ് അയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടിന്യൂസ്. कोई निश्चित സ്റ്റേഷൻ नहीं है. സ്റ്റേഷൻ ഇല്ലാത്തതുപോലെ, തൂഫാൻ മെയിലിന് സ്റ്റേഷൻ ഇല്ലാത്തതുപോലെ തന്നെ അയാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.
सुनने वाले थक कर जहाँ रोक दे वहीं സ്റ്റേഷൻ मान लिया जाता है. അപ്പോൾ സുന്നേ വാല, അതായത് കേൾക്കുന്ന ആള് ക്ഷീണിച്ച് എവിടെയാണോ നിർത്തുന്നത്, ജഹാ റോക്ക് ദേ വഹി സ്റ്റേഷൻ, അത് തന്നെയാണ് സ്റ്റേഷൻ എന്ന രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്. അതായത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്പീഡിൽ. ഇസ് തഥ്യ സേ പരിചിത് ഹോനെ കെ കാരൺ ഹി मैंने बीच में उन्हें रोक कर पूछा. അപ്പോൾ ഈ അയാളുടെ ഈ സ്വഭാവം അല്ലേ ലേഖികയ്ക്ക് നല്ലോണം അറിയാം. അപ്പോൾ പരിചിത് ഹോനെക്ക് കാരണം അറിയാവുന്നത് കൊണ്ട് തന്നെ ബീച്ച് മേ, അതായത് നടുവിൽ ഇങ്ങനെ ഇടയ്ക്കൊന്ന് കയറിയിട്ട് ഇങ്ങനെ സംസാരിച്ചു ലേഖിക. मोर के बच्चे हैं कहाँ? बड़े मियाँ के हाथ के संकेत का अनुसरण करते हुए मेरी दृष्टि एक तार के छोटे से पिंजरे तक पहुंची जिसमें तितरों के समान 2 बच्चे बैठे थे. അപ്പോൾ ആ സംസാരം ഒന്ന് നിർത്തിക്കിട്ടാനായിട്ട് ബീച്ച് മേ ഇടയ്ക്ക് തന്നെ ഞാൻ കയറി സംസാരിച്ചു എന്ന് ലേഖിക പറയുകയാണ്. ലേഖിക എന്താണ് പറഞ്ഞത്? മോർ കെ ബച്ചേ ഹേ കഹാ. അപ്പോൾ ലേഖിക ചോദിച്ചു ഈ പക്ഷി എവിടെയാണുള്ളത്, അതായത് പീകോക്കിൻ്റെ കുട്ടികൾ എവിടെയാണുള്ളത്? ഈ ശ്രദ്ധ മാറ്റാനായിട്ട് ലേഖിക പറയുകയാണ്. ബഡേ മിയാ കെ ഹാത്ത് കെ സംകേത് കാ അനുസരൺ കർത്തേ ഹുവേ മേരി ദൃഷ്ടി എക് താർ കെ ഛോട്ടേ സെ പിഞ്ചരെ തക് പहुंची. അപ്പോൾ ബഡേ മിയ എങ്ങനെയാണോ കാണിച്ചു തന്നിരിക്കുന്നത് അതുപോലെ ആ ആംഗിളിൽ നോക്കിയപ്പോൾ, അനുസരൺ കർത്തേ ഹുവേ, അനുസരിച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ അവിടെ എന്താണ് കാണേണ്ടത്? മേരി ദൃഷ്ടി ഏക് താർ കെ ഛോട്ടേ സെ പിഞ്ചരെ പർ, ഒരു നേരിയ കമ്പി കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയൊരു കൂട്, കൂടിലോട്ടാണ് എൻ്റെ ശ്രദ്ധ പോയത്. ജിസ്മേ തീത്തറോं के समान 2 बच्चे बैठे थे. തീത്തർ അതായത് പാട്രിഡ്ജ്, അതിന് പക്ഷികളെ പോലെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. पिंजरा इतना संकीर्ण था कि वे पक्षी शावक जाली के गोल फ्रेम में किसी जड़े चित्र जैसे लग रहे थे. ഇപ്പോൾ പിഞ്ചറ ഇത്ര സങ്കീർണത, സങ്കീർണം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ചെറുതായിരുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. ആ പക്ഷി ശാവക്, അതായത് പക്ഷികളുടെ ആ കുഞ്ഞുങ്ങൾ, അത് ആ എന്താണ് കമ്പികൾ, ആ ജാലി അല്ലേ, അതിൻ്റെ ആ ഫ്രെയിമിൽ, ഗോൽ ഫ്രെയിമേ കിസി ജഡേ ചിത്ര ജैसे ലഗ് രഹേ थे. എന്തോ എന്താ ജീവനില്ലാത്ത ചിത്രത്തെ പോലെ തോന്നുകയായിരുന്നു, കാരണം ഇങ്ങനെ അനങ്ങാതെ ഇരിക്കുകയായിരുന്നു. मेरे निरीक्षण के साथ साथ बड़े मियाँ की भाषण में चली जा रही थी. അപ്പോൾ മേരെ നിരീക്ഷണം, അതായത് ലേഖിക പറയുകയാണ് ഞാൻ പക്ഷികളെ നിരീക്ഷിക്കുകയായിരുന്നു, നല്ലോണം ചെക്ക് ചെയ്യുകയായിരുന്നു. അതിൻ്റെ കൂടെ കൂടെ തന്നെ ബഡേമിയ ഇങ്ങനെ തൻ്റെ സംഭാഷണം, അതായത് തൻ്റെ ഭാഷണം ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ മേൽ, ഭാഷൺ മേൽ ചലി ജാറിയത്, അതിൻ്റെ ആ മേൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴും അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ईमान कसम गुरुजी चीड़मार ने मुझसे इस मोर के जोड़े के नकद 30 रुपये लिए हैं. അപ്പോൾ ഈമാൻ കസം, ആണയിട്ട് പറയുകയാണ് അയാൾ, ഗുരുജി ഈ എന്താണ് പക്ഷിപ്പിടുത്തക്കാരൻ എൻ്റെ അടുത്ത് നിന്ന് ഈ ജോഡ, അതായത് ഈ എന്താ പീഹനും പീകോക്കിനെ രണ്ടുപേരുടെയും നക്കത്, അതായത് എത്ര കാശ് കൊണ്ടാണ്, എന്താ 30 രൂപയ്ക്കാണ് നൽകിയിരിക്കുന്നത്. നക്കത് എന്ന് പറഞ്ഞാൽ കാശ്, പൈസ. അപ്പോൾ ഈ 30 രൂപയ്ക്കാണ് ഇത് നൽകിയിരിക്കുന്നത്. 30 रुपये लिए हैं. അപ്പോൾ 30 രൂപയാണ് മേടിച്ചത് അയാൾ. बारह कहा भाई ज़रा सोच तो अभी इनमें मोर की कोई खासियत भी है कि तू इतनी बड़ी कीमत ही मांगने चला. पर वह मुंजी क्यों सुनने लगा. आपका ख्याल करके अचता पछता कर देना ही पड़ा. अब आप जो मुनासिब समझे. അയാൾ പറയുകയാണ് 12 कहा, അതായത് ബാർ കഹ, വീണ്ടും വീണ്ടും ഞാൻ അയാളോട് പറഞ്ഞു ഒന്ന് ആലോചിക്കുക, ഭൈ സറ സോച്ച് തോ അഭി ഇൻമേ മോർ കി കോയി ഖാസിയത്ത് ബി ഹൈ, എന്തെങ്കിലും ഒരു എന്താ ഖാസിയത്ത്, സ്പെഷ്യാലിറ്റി, എന്തെങ്കിലും വിശേഷതയുണ്ടോ ഈ മോറിന്, ഒന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഈ 30 രൂപ മേടിക്കുന്നു നീ, തൂ ഇത്നി ബഡി കീമത്ത് ഹി മാങ്ങനെ ലഗ, ഇത്ര വലിയ വില തന്നെ നീ മേടിക്കുന്നു. पर वह मुझे क्यों सुनने लगा, എൻ്റെ എവിടെയാണ് അയാൾ കേൾക്കാൻ പോകുന്നത്. आपका ख्याल करके अचता पछता कर देना ही पड़ा. താങ്കളെ പറ്റി ഒന്ന് ഓർത്തപ്പോൾ അച്താ പച്താക്കർ, അതായത് ഖേദിച്ചിട്ടാണെങ്കിൽ പോലും എനിക്ക് നൽകേണ്ടതായിട്ട് വന്നു. अब आप जो മുനാസിബ് समझे, ഇനി നിങ്ങൾക്ക് എങ്ങനെയാണോ അത് ശരി തോന്നുന്നത് അതുപോലെ, മുനാസിബ് എന്ന് പറഞ്ഞാൽ ശരി തോന്നുന്നത് പോലെ. अस्तु 30 चिड़ीमार के नाम के और 5 बड़े मियाँ के ईमान के देकर जब मैंने वह छोटा पिंजरा कार में रखा, तब मानो वह जाली के चौखटे का चित्र जीवित हो गया. दोनों पक्षी शावकों के चटपटाने से लगता था मानो पिंजरा ही सजीव और उड़ने योग्य हो गया है. പിന്നെ ലേഖിക പറയുകയാണ് അസ്തു, എങ്ങനെയാണോ അങ്ങനെ തന്നെ, വെൽ എന്ന് പറയത്തില്ല, വെൽ 30
चिड़ीमार के नाम के और 5 बड़े मियाँ के ईमान के. അപ്പോൾ 30 രൂപ ആ പക്ഷിപ്പിടുത്തക്കാരൻ്റെ പേരിലും പിന്നെ 5 രൂപ ബഡേ മിയയുടെ ആ ഇമാൻ, അതായത് ആണയിട്ട് പറഞ്ഞതല്ലേ ബഡേ മിയ, അപ്പോൾ അതിൻ്റെ പേരിലും നൽകിയിട്ട് ജബ് മെനെ വ ഛോട്ടാ പിഞ്ചറ, ആ ചെറിയ ആ കൂടെടുത്തിട്ട് ആ കാറിൽ വെച്ചപ്പോഴേക്കും മെറക്ക തബ് മനു വ ജാലി കെ ചൗഖട്ടെ കാ ചിത്ര ജീവിത് ഹോ ഗയാ ഹോ. അപ്പോൾ ആ മറ്റേ എന്താണ് കമ്പികൾക്കുള്ളിൽ കാണുന്ന ആ എന്താണ് ജീവൻ ഇല്ലാത്ത പോലെ ഇരുന്ന ആ പക്ഷികൾക്ക് എന്തോ ഒരു ജീവൻ കിട്ടിയതുപോലെ ചോക്കട്ടേക്ക ചിത്ര, അതിൻ്റെ ആ ഫ്രെയിമിൽ നിന്നും എന്താണ് കാണപ്പെടുന്നുണ്ടായിരുന്നു ആ പക്ഷികളിങ്ങനെ അനങ്ങാതെ ഇരിക്കുന്ന, അല്ലേ, അത് ഇങ്ങനെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, അതായത് ജീവനില്ലാത്തതുപോലെ. ചോക്കട്ടേക്ക ചിത്ര, ആ ഫ്രെയിമിൻ്റെ ആ ചിത്രം കണ്ടപ്പോൾ അതിനെന്തോ ഒരു ജീവൻ വെച്ചതുപോലെ, അത് കാറിലോട്ട് എടുത്ത് വെച്ചതും ആ പക്ഷികൾക്ക് എന്തോ ജീവൻ വെച്ചതുപോലെ. ദോനോ പക്ഷി शावकों के छटपटाने से लगता था मानो पिंजरा ही सजीव और उड़ने योग्य हो गया है. അപ്പോൾ 2 പക്ഷി ശാവക്കും, അതായത് പക്ഷികളുടെ ആ കുഞ്ഞുങ്ങളുടെ ആ എന്താണ് ആ പെടയുന്ന ടൈപ്പ് പെരുമാറ്റം കണ്ടപ്പോൾ ആ എന്താണ് ആ കേജ് തന്നെ, ആ പിഞ്ചട, ആ കേജ് തന്നെ സജീവമായതുപോലെ, അതിനൊരു ജീവൻ കിട്ടിയതുപോലെ തോന്നുന്നുണ്ടായിരുന്നു. ഓർ ഉടനെ യോഗ്യ ഹോഗയായ, എന്നിട്ട് ആ പിഞ്ചട തന്നെ പറന്നു പോകുമെന്ന രീതിയിലായിരുന്നു അതിനൊരു ജീവൻ വെച്ചത്, അത് കാറിൽ എടുത്ത് വെച്ചപ്പാട്. घर पहुंचने पर सब कहने लगे तीतर है मोर कहकर ठग लिया है. അപ്പോൾ വീട്ടിലെത്തിയതും എല്ലാവരും പറയാൻ തുടങ്ങി ഇത് തീത്തറാണ്, അല്ലാതെ പീക്കോക്ക് അല്ല, നിന്നെ പറ്റിച്ചതാണ് എന്നൊക്കെ എല്ലാവരും വീട്ടിലെ ആൾക്കാർ പറയാൻ തുടങ്ങി. ठग लिया എന്ന് പറഞ്ഞാൽ പറ്റിക്കുക. അപ്പോൾ कदाचित अनेक बार ठगे जाने के कारण ही ठगे जाने के बाद मेरे ചിട് ജാനേക്ക് ദുർബലത ബൻ ഗയി ഹെ. അപ്പോൾ കദാച്ചിത്, അപ്പോൾ ലേഖിക പറയുകയാണ്, അവരുടെ വാക്കുകൾ കേട്ടിട്ട് ലേഖിക പറയുകയാണ്, അനേക് ബാർ ടഗേ ജാനേക്ക് കാരണം, കുറേ പ്രാവശ്യം, ചിലപ്പോൾ അതായിരിക്കാൻ കാരണം, കദാച്ചിത്ത് എന്ന് പറഞ്ഞാൽ ഷായത്, ചിലപ്പോൾ അതായിരിക്കാൻ കാരണം കുറേ പ്രാവശ്യം ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കാം കാരണം, ആരെങ്കിലും ഇപ്പോൾ നിന്നെ ആരോ പറ്റിച്ചിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ ഒരുതരം ഒരു ഇറിറ്റേഷൻ തോന്നുക, അതൊരു വീക്ക്നെസ്സായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ദുർബലത ബൻ ഗയി ഹെ, അപ്പോൾ അതൊരു വീക്ക്നെസ്സായിട്ട് മാറിയിട്ടുണ്ട്. അതിന് കാരണം എന്താണ്, ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്, അപ്പോൾ അതായിരിക്കാം കാരണം. ആ പ്രസന്ന ഹോക്കർ മെനെ കഹ, അതായത് ഇതൊക്കെ കേട്ടിട്ട് അസന്തുഷ്ടയായിട്ട്, സന്തോഷമില്ലാതെ അല്ലേ, അസന്തുഷ്ടയായിട്ട് അപ്രസന്ന ഹോക്കർ മെനെ കഹ മോർ കെ ക്യാ സുർഖാബ് കെ പർ ലഗേ ഹേ തോ പക്ഷി ഹി. മോർ കെ ക്യാ സുർഖാബ്, സുർഖാബ് എന്ന് പറഞ്ഞാൽ ഒരു ചക്വ എന്ന പക്ഷി, അതായത് ഗോൾഡൻ ഫീസൻറ്റ്. അപ്പോൾ അതിൻ്റെ ചിറകുകൾ നല്ല ഭംഗിയുള്ളതായിരിക്കും. അപ്പോൾ അതിന് ഒരു വിശേഷത അല്ലേ, ഒരു എടുത്ത് കാണിക്കുന്ന ഒരു വിശേഷതയാണ്. അപ്പോൾ സുർഖാബ് കെ പറയുന്നത് ഒരു യൂസേജാണ്, ഇഡിയമാണ്, സാധാരണ ഒരു ഭാഷാ ശൈലി ഉപയോഗിക്കുന്ന ഒരു എന്താണ് മുഹാവര എന്ന് പറയും. അപ്പോൾ എന്താണ് മോറിന് എന്താണ് സുർഖാബ് കെ പറലകെ, അത്ര വിശേഷിപ്പിക്കുന്നത് പോലെ എന്താണുള്ളത് മോറിന്? ഹേത്തോ പക്ഷി, അതൊരു പക്ഷി തന്നെയല്ലേ. चिढ़ा दिया जाने के कारण ही संभवतः उन दोनों पक्षियों के प्रति मेरे व्यवहार और यत्न में कुछ विशेषता आ गई. അപ്പോൾ ചിടാ ദിയ ജാനിക്ക് കാരണം, അവർ ഇറിറ്റേറ്റ് ചെയ്തത് കാരണം തന്നെ, അതായത് ആ കാരണം കൊണ്ട് തന്നെ എനിക്ക് ആ 2 പക്ഷികളോടുമുള്ള, അതായത് അവരോടുള്ള ആ പെരുമാറ്റവും, എൻ്റെ ആ പെരുമാറ്റവും, പിന്നെ അവർക്ക് വേണ്ടി ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കൊടുക്കാൻ തുടങ്ങി. അതായത് യത്ന മേ കുച്ച് വിശേഷത ആകെ, അവർ നല്ല രീതിയിൽ ഞാൻ നോക്കാനായിട്ട് തുടങ്ങി. पहले अपने पढ़ने लिखने के कमरे में उनका पिंजरा रखकर उसका दरवाज़ा खोला. അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്തത്, എൻ്റെ എഴുതുന്നതും വായിക്കുന്നതുമായിട്ടുള്ള ഒരു മുറിയുണ്ട്, സ്റ്റഡി റൂം. അപ്പോൾ ആ മുറിയിൽ ഞാൻ ആ കൂട് കൊണ്ടേ വെച്ചു. എന്നിട്ട് എന്താണ്, റക്കർ ഉസ്ക ദർവാസ ഖോല, അതിൻ്റെ കതക് തുറന്നു. ഫിർ 2 कटोरों में सत्तू की छोटी छोटी गोलियां और पानी रखा. പിന്നെ 2 കിണ്ണങ്ങളിൽ, അതായത് കട്ടോരോമേ, ഒരു ചെറിയ പാത്രങ്ങളിൽ സത്തുക്ക് ചോട്ടി ചോട്ടി ഗോലിയാം. സത്തു എന്ന് പറഞ്ഞാൽ ഒരു തരം ഫ്ലോറാണ്, അതായത് അതിൽ പൾസസൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട്, ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് എന്താണ് അത് പൊടിച്ച് ഉണ്ടാക്കുന്നതാണ് സത്തുവിൻ്റെ മാവ് അല്ലേ. ആ സത്തുക്ക് ചോട്ടി ചോട്ടി ഗോലിയാം, അത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് അതിൽ വെക്കും. എന്നിട്ട് അതിൽ വെച്ചു, എന്നിട്ട് ഓർ പാനി ഇറക്കാം, പിന്നെ വെള്ളവും വെച്ചു. वे दोनों चूहेदानी जैसे पिंजरे से निकलकर कमरे में मानो खो गए.
അപ്പോൾ രണ്ടുപേരും ആ ചൂഹേദാനി, അതായത് എലിയെ പിടിക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയ കൂട്ടിലെന്ന പോലെയാണ് അവർ ആ കൂട്ടിൽ ഇങ്ങനെ ഇരുന്നിരുന്നത് അല്ലേ. അപ്പോൾ ആ ചൂഹേദാനി ജैसे പിഞ്ചരെ से निकल कर അതിൽ നിന്ന് പുറത്തിറങ്ങി കമ്രേമേ മാനോ ഖോഗയം, ഈ മുറിയിലോട്ട് ഇറങ്ങി എവിടെയോ ഇങ്ങനെ മുഴുകി നടക്കുകയാണ്. കഭി മേസ് കെ നീച്ചെ ഘുസ് ഗയേ, കഭി അൽമാരി കെ പീച്ചെ. അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളും മയിലിൻ്റെ ആ കുഞ്ഞുങ്ങൾ എന്താണ് ആ മേശയുടെ താഴെ കയറി. പിന്നെന്താണ് കഭി അൽമാരി കെ പീച്ചെ, ചിലപ്പോൾ അലമാരിയുടെ പിറകിലോട്ട് പോയി. अंत में इस लुका छिपी से थक कर उन्होंने मेरी रद्दी कागज़ों की टोकरी को अपने नए बसेरे का गौरव प्रदान किया. അപ്പോൾ ഇങ്ങനെ ലുക്കാച്ചിപ്പി, അതായത് ലുക്കാച്ചിപ്പി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒളിച്ച് കളി അല്ലേ. ചിലപ്പോൾ ടേബിളിൻ്റെ താഴെ പോവുക, പിന്നെ അലമാരിയുടെ പിറകിൽ പോവുക, അങ്ങനെ ഒളിച്ചൊളിച്ച് കളിച്ച് അങ്ങനെ ലുക്കാച്ചിപ്പി സെ തക്കറ, ക്ഷീണിതരായിട്ട് ഉന്നോനെ മേരി റദ്ദി കാഗസോം കി ടോക്കറി, അതായത് പഴയ പേപ്പറൊക്കെ വെക്കുന്ന ഒരു കൊട്ടയുണ്ടായിരുന്നു. ആ കൊട്ടയിൽ അവരുടെ എന്താണ് നയാ ബസേര, അതായത് അതിൽ താമസിക്കാനായിട്ട് അവർ ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് ബസേരക്ക ഗൗരവ് പ്രധാനിക്കുക, അതിനൊരു എന്താണ് ഒരു ഗൗരവം കൊടുത്തു. അതായത് അതിന് എന്താണ് അവരുടെ വീടായിട്ട്, അവർക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് അതിന് ഒരു അഭിമാനം കൊടുത്തതുപോലെ അല്ലേ, ഗൗരവ് പ്രധാനിക്കുക. 2-4 दिन वे इसी प्रकार दिन में इधर उधर गुप्तवास करते और रात में रद्दी की टोकरी में प्रकट होते रहे. അപ്പോൾ 2-4 ദിവസം ഇസി പ്രകാരം ഇതുപോലെ രാവിലെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഗുപ്തവാസ് എന്നാൽ ഒളിച്ചു നിൽക്കുക, എവിടെയാണ് അവരുള്ളത് എന്ന് മനസ്സിലാവാത്ത രീതിയിൽ ഒളിച്ചു നിൽക്കുക. അപ്പോൾ ഗുപ്തവാസ് കർത്തെ ഓർ രാത്രി ആകുമ്പോഴേക്കും റദ്ദിക്ക് ടോക്കറി മേ പ്രകട് ഹോത്തേ രഹേ, അതിന് രാത്രി ആകുമ്പോഴേക്കും അവർ ആ കൊട്ടയിൽ വന്ന് ഇരിക്കാൻ തുടങ്ങി. പിന്നെന്താണ് പ്രകട് होते रहे. फिर आश्वस्त हो जाने पर कभी मेरी मेज़ पर, कभी कुर्सी पर और कभी मेरे सिर पर अचानक आविर्भूत होने लगे. അപ്പോൾ फिर ആശ്വസ്ത ഹോ ജാനെ പർ, ആശ്വസ്ത എന്ന് പറഞ്ഞാൽ സമാധാനമായപ്പോൾ, അതായത് അവരവിടെ ആദ്യമായിട്ട് വരുന്നതല്ലേ. അപ്പോൾ ആദ്യമൊക്കെ അവർക്കൊരു എന്താണ് ഒരു തരം പേടി ഉണ്ടാവും മനസ്സിൽ അല്ലേ, പുതിയൊരു സ്ഥലമാണ്, അപ്പോൾ ഒരു പേടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറിയപ്പോൾ അവർക്കൊരു ആശ്വാസം ലഭിച്ചു. അപ്പോൾ ആശ്വാസം ലഭിച്ചതിന് ശേഷം, അതായത് ഫിർ ആശ്വസ്ത ഹോ ജാനെ പർ കഭി മേരി മേസ് പർ, ചിലപ്പോൾ എൻ്റെ മേശയിലും പിന്നെ ചിലപ്പോൾ എൻ്റെ ചെയറിലും, और कभी मेरे सिर पर, ചിലപ്പോൾ എൻ്റെ തലയിൽ തന്നെ അച്ചാനക് ആവിർഭൂത് ഹോനെ ലഗി, അതായത് ആവിർഭൂത് ഹോന എന്ന് പറഞ്ഞാൽ എപ്പിയർ ആവുക, പെട്ടെന്ന് കാണപ്പെടുക അല്ലേ. പെട്ടെന്ന് എൻ്റെ തലയിലും വന്ന് ഇരിക്കാൻ തുടങ്ങി. ആവിർഭൂത് ഹോനെ ലഗി, എപ്പിയർ ആവാൻ തുടങ്ങി. खिड़कियों में तो जाली लगी थी पर दरवाज़ा मुझे निरंतर बंद रखना पड़ता था. खिड़कियों में तो जाली लगी थी, എന്താണ് ആ ജനാലയിലൂടെ അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റത്തില്ല, കാരണം ജനാലയിൽ ഇങ്ങനെ കമ്പികളുണ്ടായിരുന്നു അല്ലേ, ജാലി ലഗി थी. पर दरवाज़ा मुझे निरंतर बंद रखना पड़ता था, പക്ഷെ കതകാണെങ്കിലോ എനിക്ക് എപ്പോഴും അടച്ചിടേണ്ടതായിട്ട് വന്നിരുന്നു. ഖുലാ രഹനെ പർ ചിത്ര മേരി ബില്ലി, അപ്പോൾ ഒരു പൂച്ചയുണ്ട് ലേഖികയ്ക്ക്. അപ്പോൾ ഖുലാ രഹനെ പർ, അത് തുറന്ന് കിടക്കുമ്പോൾ ആ ഒരു പൂച്ച, ലേഖികയുടെ പൂച്ച ചിത്ര എന്നാണ് അതിൻ്റെ പേര്. ഇൻ നവാഗന്തുക്കോ का पता लगा सकती थी और तब उसके शोध का क्या परिणाम होता यह अनुमान करना कठिन नहीं है. അപ്പോൾ ചിത്ര ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയ ആളുകളെ എന്താണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന നിരീക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ ഷോദ് എന്ന് പറഞ്ഞാൽ ഉസ്കി ഷോദ് കാ ക്യാ പരിണാം ഹോത്ത, ഷോദ് എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക, നല്ലോണം ചെക്ക് ചെയ്യുക, അതായത് ആരാണ് വന്നിരിക്കുന്നത്, പുതിയ ആളുകൾ ആരൊക്കെയാണ്, അതായത് നവാഗന്തുക്കോ കാ പതാ ലഗാ സക്തി തീ ഓർ തബ് ഉസ്കെ ഷോദ് കാ ക്യാ പരിണാം ഹോത്ത, അത് എങ്ങനെയായിരിക്കും അതിൻ്റെ റിസൾട്ട്, അതായത് ഏത് രീതിയിലാണ് അവരെ മനസ്സിലാക്കുന്നത് ആ പൂച്ച എന്ന് എന്താണ് അനുമാൻ കർണ എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്കാൻ പോലും കണക്കെടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ, കർണ കഠിൻ നഹി ഹെ, അത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. പൂച്ച വേഗം ആ പക്ഷികളെ മനസ്സിലാക്കിയെടുക്കും. खुला रहने पर चित्रा मेरी बिल्ली इन नवागंतुकों का पता लगा सकती थी और तब उसके शोध का क्या परिणाम होता ये अनुमान करना कठिन नहीं है. അപ്പോൾ ഖുലാ രഹനെ പർ, അതായത് കതക് ഞാൻ തുറന്നിട്ടായിരുന്നെങ്കിൽ, അതായത് കതക് തുറന്നിടുകയാണെങ്കിൽ ചിത്ര, അതായത് എൻ്റെ പൂച്ചക്കുട്ടി ഇന്നവാഗന്തുക്കും കാ പതാ ലഗാ സക്തി തീ, അപ്പോൾ അങ്ങനെ തുറന്നിടുകയാണെങ്കിൽ പൂച്ചക്കുട്ടിക്ക് വേഗം മനസ്സിലാകും ഈ പുതുതായിട്ട് വന്ന പക്ഷികളെ പറ്റി, അതായത് മയിലിനെ പറ്റി. നവാഗന്തുക്കോം എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് വന്നവർ.
അപ്പോൾ ആ വീട്ടിലെ പുതിയ അംഗങ്ങൾ അല്ലേ, നവാഗന്തുക്കും കാ പത്താ ലഗാ സക്തി തി. അപ്പോൾ പൂച്ചയ്ക്ക് മനസ്സിലാകും ആരാ വന്നിരിക്കുന്നതെന്നും വേഗം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പിന്നെ और तब उसके शोध का क्या परिणाम होता. അപ്പോൾ അതിന് ശേഷം എന്താണ് ആ പൂച്ചക്കുട്ടി, അതായത് ചിത്രയുടെ ഷോധ് കാ ക്യാ പരിണാം. ഷോധ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ നിരീക്ഷിക്കുക, ആരാണ് വന്നിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കി അവരെ ചിലപ്പോൾ അറ്റാക്ക് ചെയ്തേക്കാം. പരിണാം ക്യാ ഹോത്ത, അതായത് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നത് അനുമാൻ കർണ കഠിൻ നഹീ. അപ്പോൾ അത് അനുമാനിക്കുക, അതായത് അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഞങ്ങൾക്ക് വേഗം മനസ്സിലാക്കാം ആ പൂച്ചക്കുട്ടി അതിനെ അറ്റാക്ക് ചെയ്യാം അല്ലേ, അതിനെ ശല്യപ്പെടുത്താം ആ പക്ഷികളെ. അപ്പോൾ ഈ അനുമാൻ കർണ കഠിൻ നഹീ ഹൈ, അത്ര പ്രയാസമുള്ള കാര്യമല്ല. അതെന്താ ചെയ്യുക എന്നത് അറിയാം ലേഖികയ്ക്ക്. അതായത് പൂച്ചക്കുട്ടി അവരെ അറ്റാക്ക് ചെയ്യാം. वैसे वह चूहों पर भी आक्रमण नहीं करती, परंतु यहाँ तो दो सर्वथा अपरिचित पक्षियों की अनधिकार चेष्टा का प्रश्न था. वैसे वह चूहों पर भी आक्रमण नहीं करती. അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ചിത്ര എന്ന ആ പൂച്ചക്കുട്ടി എലികളെ പോലും അറ്റാക്ക് ചെയ്യാറില്ല, ആക്രമൺ നഹി കർത്തി. പരന്തു യാതോ ദോ സർവഥാ അപരിചിത, അതായത് ഇവിടെയാണെങ്കിലോ രണ്ട് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് അപരിചിതരായിട്ടുള്ള രണ്ട് പക്ഷികളാണ് അല്ലേ. അനധികാർ ചേഷ്ടാക്ക പ്രശ്നം, അതായത് ഒരു അധികാരവും ഇല്ല അവരുടെ ആ പ്രവൃത്തി എന്താണ് പൂച്ചക്കുട്ടിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഉസ്കെ ലിയെ ദർവാസ ബന്ദ് രഹേ और ये दोनों उसकी दृष्टि में ऐरे गहरे मेरी मेज़ को अपना सिंहासन बना ले. यह स्थिति चित्रा जैसी अभिमानिनी मर्जारी के लिए असह्य ही कही जाएगी. അപ്പോൾ അപരിചിതരായിട്ടുള്ള ഏതോ അല്ല രണ്ട് പക്ഷികൾ വന്ന് ആ കതകും പൂട്ടിയിരിക്കുന്നു. ഉസ്കെലി ദർവാസ ബന്ദ് രഹേ, അതായത് ആ പൂച്ചയ്ക്ക് അകത്ത് വരാതിരിക്കാനായിട്ട് കതക് പൂട്ടിയിരിക്കുന്നു. അതുമാത്രമല്ല ഏതോ അപരിചിതരായിട്ടുള്ള രണ്ട് പക്ഷികൾ ലേഖകയുടെ ടേബിളിൽ കയറിയിരിക്കുന്നു. അപ്ന സിംഹാസനമായിട്ട് ആ ടേബിളിൽ കയറിയിരിക്കുകയാണ്. പിന്നെ അങ്ങനെയുള്ള ആ സ്ഥിതി, അതായത് അത് എന്താണ് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും ചിത്ര എന്ന ആ അഭിമാനിനിയായിട്ടുള്ള മാർജാരി എന്നാണ് പൂച്ചയ്ക്ക് അല്ലെ, പൂച്ചക്കുട്ടിക്ക് അഭിമാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ ചിത്ര എന്ന പൂച്ചക്കുട്ടിക്ക് അത് സഹിക്കാനാവുന്നതിനും അപ്പുറമായിരിക്കും. അതായത് ഇനി സഹിക്കാൻ സാധിക്കത്തില്ല. ഏതോ അപരിചിതരായിട്ടുള്ള രണ്ട് പക്ഷികൾ വന്നിട്ട് അതും കതക് പൂട്ടിയിരിക്കുന്നു ലേഖിക അല്ലെ, ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ലേഖിക ചെയ്യുകയാണ്. അതായത് കതക് പൂട്ടിയിരിക്കുന്നു, പിന്നെ അവർ സിംഹാസനം എന്ന രീതിയിൽ ലേഖികയുടെ ടേബിളിൽ കയറിയിരിക്കുന്നു. അതൊന്നും എന്താണ് ചിത്രയ്ക്ക് സഹിക്കാനാകുന്നതിലും അപ്പുറമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചിത്ര ആ രണ്ട് പക്ഷിക്കുഞ്ഞുങ്ങളെയും അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ലേഖിക പറയുന്നത്. അതുകൊണ്ടാണ് ലേഖിക കഥ കടക്കുന്നത്. जब मेरे कमरे का कायाकल्प चिड़िया खाने के रूप में होने लगा, तब मैंने बड़ी कठिनाई से दोनों चिड़ियों को पकड़कर जाली के बड़े घर में पहुंचाया, जो मेरे जीव जंतुओं का सामान्य निवास है. അപ്പോൾ ലേഖികയുടെ വീട്ടിൽ കുറേ ബാക്കി ജീവജാലങ്ങൾ, അതായത് പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു, പിന്നെന്താണ് പക്ഷികളുണ്ടായിരുന്നു ലേഖികയുടെ വീട്ടിൽ. അപ്പോൾ അതൊക്കെ അതിനായിട്ട് വേറെ തന്നെ ഒരു കൂട് ലേഖിക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ, അതായത് വലിയൊരു കൂട്. पर जब मेरे कमरे का कायाकल्प चिड़िया खाने के रूप में होने लगा, അപ്പോൾ जब मेरे कमरे का कायाकल्प എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ് രൂപം, അതായത് റിജുവിനേഷൻ, അതായത് ഒരു പുതിയതായിട്ട് എന്താണ് മാറിയത്, ആ മുറി തന്നെ മാറിപ്പോയി, ചിടിയാഖാന എന്ന പോലെയായി. അതായത് പക്ഷികളിങ്ങനെ പക്ഷി വളർത്തു കേന്ദ്രം എന്ന രീതിയിലായി മാറുകയായിരുന്നു ആ മുറി മാറി. അപ്പോൾ അങ്ങനെ മാറാൻ തുടങ്ങിയപ്പോൾ തബ് മേനെ ബഡി കഠിനായി സേ, അതായത് അത് ചീത്തയാവാൻ തുടങ്ങി, ആ മുറി മുഴുവനും നശിക്കാൻ തുടങ്ങി. അപ്പോൾ തബ് മേനെ ബഡി കഠിനായി സേ, അങ്ങനെ ആ സമയത്ത് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് രണ്ട് പക്ഷികളെയും ദോനോ ചിടിയോം കോ പക്കഡ്കർ ജാലിക്കെ ബഡേ ഘർ മേ പहुंचाയ, രണ്ടുപേരെയും പിടിച്ചിട്ട് ബാക്കി ജീവജന്തുക്കൾ, എൻ്റെ വീട്ടിലുള്ള ബാക്കി ലേഖികയുടെ വീട്ടിലുള്ള ബാക്കി ജീവജന്തുക്കൾ താമസിക്കുന്ന ഒരു വലിയൊരു കൂടുണ്ടായിരുന്നു, ആ കൂട്ടിലോട്ട് അവരെ മാറ്റി. दोनों नवागंतुकों ने पहले से रहने वालों में वैसा ही कुतूहल जगाया जैसा नववधु के आगमन पर परिवार में സ്വാഭാവിക് ഹെ. അപ്പോൾ ഒരു വീട്ടിൽ ഒരു നവവധു വരുമ്പോൾ, അതായത് ഒരു ബ്രൈഡ് പുതുതായിട്ടൊരു വീട്ടിൽ കയറി വരുമ്പോൾ ആ വീട്ടിലുള്ള ബാക്കി ഫാമിലി മെമ്പേഴ്സിനൊക്കെ ആ വധുവിനെ പറ്റി അറിയാൻ കൂടുതൽ ആഗ്രഹം തോന്നും അല്ലേ. കുതൂഹൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സൈറ്റ്മെൻറ്റ്, അറിയാനുള്ളൊരു ആഗ്രഹം അല്ലേ ആ ബ്രൈഡിനെ പറ്റി. അതുപോലെ ഈ രണ്ട്
പുതുതായിട്ട് വന്ന ഗസ്റ്റ് അല്ലെ നവാഗന്തുക്കോം നെ പെഹ്ലെ സെ രഹനെ വാലോം മേ, അതായത് ആദ്യമേ അവിടെ താമസിച്ചിരുന്ന ആ മെമ്പേഴ്സിൻ്റെ മനസ്സിൽ അവരെ പറ്റി അറിയാനുള്ളൊരു എന്താണ് കൗതുകം അല്ലെ, അവരെ പറ്റി അറിയാനുള്ളൊരു ആഗ്രഹം ജനിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് നവവധു കെ ആഗമൻ പർ പരിവാർ മേ സ്വാഭാവിക, അതുപോലെ തന്നെ നവവധു വരുമ്പോൾ എങ്ങനെയാണോ സാധാരണ ഒരു ഫാമിലി മെമ്പേഴ്സിന് ആ ബ്രൈഡിനെ പറ്റി അറിയാനുള്ള ആഗ്രഹം കൂടുക, അതുപോലെ ആ വീട്ടിലുള്ള ബാക്കി എന്താണ് ജീവജന്തുക്കൾക്ക് ആ പക്ഷികളെ പറ്റി അറിയാൻ വളരെയധികം ആഗ്രഹം തോന്നിയിരുന്നു. ലക്ക കബൂतर നാचना छोड़कर दौड़ पड़े और उनके चारों ओर घूम घूम कर गुटर गूं की रागिणी आलापने लगे. അപ്പോൾ ഒരു എന്താണ് ലക്ക കബൂത്തർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിറകുകൾ ഇങ്ങനെ വിരിച്ചിങ്ങനെ ഡാൻസ് ചെയ്ത പോലെ ചെയ്യുന്ന ഒരു പറവ, അതാണ് ലക്ക കബൂത്തർ. അപ്പോൾ ലക്ക കബൂത്തർ നാച്ന ചോഡ്കർ, അപ്പോൾ അത് ഡാൻസ് കളിക്കുന്നത് വിട്ട് ഓടി അവരുടെ അടുത്തേക്ക് പോയിട്ട് ഉനക്ക് ചാരോ ഓർ ഘൂം കർ, അവരുടെ 4 ചുറ്റും ഇങ്ങനെ കറങ്ങി കറങ്ങി ഗുട്രുഗു എന്ന ശബ്ദമുണ്ടാക്കി അല്ലെ രാഗിണി ആലാപനയിലക, ആ ആലാപനം ചെയ്യുന്നത് പോലെ ഉണ്ടായിരുന്നു ആ സമയത്ത്. രാഗിണി ആലാപനയിലകെ ആ ലക്ക കബൂത്തർ. പിന്നെ എന്താണ് ബഡേ ഖർഗോഷ്, അപ്പോൾ പിന്നെ വേറെന്താണ് അവിടെ ഉണ്ടായിരുന്നത്? ഖർഗോഷ്, റാബിറ്റ് ഉണ്ടായിരുന്നു. ബഡേ ഖർഗോഷ് सभ्य सभासदों के सामने क्रम से बैठकर गंभीर भाव से उनका निरीक्षण करने लगे. അപ്പോൾ റാബിറ്റ് എന്താ ചെയ്തത്? ആ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള സഭാസദവും ആ സഭയിൽ ഇരിക്കുന്ന എന്താണ് മെമ്പേഴ്സ് എന്ന രീതിയിൽ അവരെ കണ്ട് അവരെ സമാൻ ക്രംസെ ബാറ്റ്കർ, അവരുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന് ഗംഭീര ഭാവത്തിൽ ഉനക്ക് നിരീക്ഷൺ കർണയിലൊക്കെ, അപ്പോൾ അതിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. അവരെ രണ്ടുപേരെയും ഇങ്ങനെ നല്ല നല്ല ഗൗരവത്തോടെ നിരീക്ഷിക്കാൻ തുടങ്ങി. ആര്? ബഡേ ഖർഗോഷ്. പിന്നെ ആരാ ഉണ്ടായിരുന്നത്? ഊൻകി गेंद जैसे छोटे खरगोश उनके चारों ओर उछल कूद मचाने लगे. ഊൻകി ഗേന്ദ്, ഊൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൂള് കൊണ്ടുണ്ടാക്കിയ ഒരു പന്ത് എന്ന പോലെ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന ചെറിയ റാബിറ്റ്സ് അതും ഉണ്ടായിരുന്നു ലേഖികയുടെ വീട്ടിൽ. അപ്പോൾ ചോട്ടെ ഖർഗോഷ് ഉനക്ക് ചാരോർ, അവരുടെ 4 ചുറ്റും ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുകയായിരുന്നു. ഉച്ചൽ കൂത് മച്ചാനയിലേക്ക് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കാൻ തുടങ്ങി. പിന്നെ തോത്തെ മാനോ ഭലി ഭാന്തി ദേഖ്നെ के लिए एक आंख बंद करके उनका परीक्षण करने लगे. തോത്തെ, അതായത് പാരറ്റ്സും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ പാരറ്റ്സ് എന്താ ചെയ്തത്? മനോ ഭലിഭാന്തി ദേഖ്നേക്കില്ലേ, അവർ നല്ലോണം നോക്കുകയാണ് എന്ന രീതിയിൽ. ഭലിഭാന്തി എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം നിരീക്ഷിക്കുക, നല്ലവണ്ണം നോക്കാൻ എന്ന രീതിയിൽ ഒരു കണ്ണിങ്ങനെ ഇങ്ങനെ അടച്ച് ഏക് ആങ്ക് ബന്ദ് കർക്കെ ഉൻകാ പരീക്ഷൻ കർണേ ലഗെ, അവരെ പരീക്ഷിക്കാൻ തുടങ്ങി. ഉസ് ദിൻ മേരെ ചിടിയാഘർ മേ മാനോ ഭൂചാൽ ആ ഗയാ. അന്ന് ലേഖികയ്ക്ക് തോന്നിയത് ആ ചിടിയാഘർ, ആ വീട്ടിലെ ആ പക്ഷിക്കൂട്ടിൽ അല്ലെ ചിടിയാഘർ മേ, ആ സൂ എന്ന രീതിയിൽ അല്ലെ ചിടിയാഘർ, അവിടെ എന്താണ് ഭൂചാലാകെ, എന്തോ ഭൂമി കുലുക്കം വന്ന പോലെയായിരുന്നു ആ ദിവസത്തിൻ്റെ ആ പ്രതീതി. ധീരെ ധീരെ ദോനോ മോർക്കെ ബच्चे പഠിനെ ലगे. അങ്ങനെ പതുക്കെ 2 കുഞ്ഞുങ്ങളും പീകോക്കിൻ്റെ കുഞ്ഞുങ്ങൾ വളരാൻ തുടങ്ങി. ഉൻകാ കായാകൽപ്പ് വൈസാഹി ക്രമശഃ और रंगमय था जैसा इल्ली से तितली का बनना. അപ്പോൾ അതിൻ്റെ ആ എന്താണ് വന്ന വ്യത്യാസങ്ങൾ, പീകോക്കിന് വന്ന ആ വ്യത്യാസങ്ങൾ, അതിൻ്റെ കായാക്കൽപ്പ്, ഒരു പുതിയൊരു പീകോക്ക് അല്ല പുതുതായിട്ട് അത് മാറുമ്പോൾ കായാക്കൽപ്പ് വൈസാഹി ക്രമശഃ और रंगमय था जैसा इल्ली से तितली का बनना, എങ്ങനെയാണോ കാറ്റർപില്ലറിൽ നിന്ന് എന്താണ് ബട്ടർഫ്ലൈ ആയിട്ട് മാറുന്നത്, അതേ രീതിയിൽ ഓരോ രൂപത്തിലോട്ട് മാറുകയായിരുന്നു ഈ പീകോക്കിൻ്റെ കുഞ്ഞുങ്ങൾ. ഓർ രംഗമൈത്ത, നല്ല കളർഫുള്ളായിട്ട് മാറുകയായിരുന്നു. മോർക്കെ സിർ की കലഗി और സഘൻ ഊഞ്ചി തഥാ ചംകീലി ഹോ ഗയി. അപ്പോൾ മോറിൻ്റെ തലയിലുള്ള എന്താണ് കലഗി എന്ന് പറയും, ഇങ്ങനെ മോറിൻ്റെ പീകോക്കിൻ്റെ തലയിൽ ഇങ്ങനെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ അതിനെയാണ് കലഗി എന്ന് പറയുന്നത്. മോർക്കെ സിർക്കി കലഗി और സഘൻ ഊഞ്ചി തഥാ ചംകീലി ഹോ ഗയി. സഘൻ എന്ന് പറഞ്ഞാൽ കഴുത്ത്. അപ്പോൾ കഴുത്തും എങ്ങനെയാണ് നല്ല നീളവും പിന്നെന്താണ് ചംകീലി, തിളങ്ങാനും തുടങ്ങിയ കഴുത്തൊക്കെ. ചോഞ്ച് അധിക് ബങ്കിം और पैनी हो गई. गोल आंखों में इंद्रनी की नीलाभ द्युति झलकने लगी. അപ്പോൾ അധിക് ബങ്കിം ഓർ പാനി ഹോ ഗയി, അതായത് ചോഞ്ച് എന്ന് പറഞ്ഞാൽ ബീക്ക് അല്ലേ. ബീക്ക് എങ്ങനെയാണ്? അധിക് ബങ്കിം ഓർ പാനി ഹോ ഗയി. അധിക് ബങ്കിം
ഓർ പാനി എന്ന് പറഞ്ഞാൽ നുക്കീല, നല്ല ഷാർപ്പായിട്ടുള്ളത്. ബങ്കിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിർച്ച, അതായത് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. ഗോലാങ്കോമി ഇന്ദ്രനിക്ക് നീലാബ് ദ്യുതി ജലക്നെ ലഗി. അപ്പോൾ കണ്ണുകളിലാണെങ്കിലോ ഇന്ദ്രനിയുടെ നീല കളർ, നീലാബ് ദ്യുതി, അതിൻ്റെ ആ വെളിച്ചം ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. लंबी नीलहरित ग्रीवा की हर भंगिमा में धूप छाही तरंगे उठने गिरने लगी. അപ്പോൾ ലംബി നീലഹരിത്ത് ഗ്രീവ, അതായത് നീളമുള്ള കഴുത്ത്, നീലഹരിത്ത് അതായത് ബ്ലൂയിഷ് ഗ്രീനിഷ് കളറിലുള്ള ആ കഴുത്തിനെ പറ്റിയാണ് ഇനി പറയുന്നത്. അത് ഗ്രീവാക്കി ഹർ ഭംഗിമാമി ധൂപ് ഛാഹി തരംഗെ ഉഠ്നെ ഗിർനെ ലഗി. ആ സൂര്യകിരണങ്ങളുടെ ആ തരംഗങ്ങൾ ഇങ്ങനെ ഒഴുകുന്നത് പോലെ, അതായത് സിൽക്കി ആയിട്ട് മാറി ആ കഴുത്തിൻ്റെ ആ ഭംഗി. ആ സൂര്യകിരണങ്ങൾ കൊള്ളുമ്പോൾ ഒരു തരംഗങ്ങൾ പോലെ, അതായത് അത്ര ഭംഗിയുണ്ടായിരുന്നു ആ നീലയും ഗ്രീനിഷും ഒക്കെ കളറിലുള്ള അവിടുത്തെ കഴുത്തിൻ്റെ ആ ഭംഗിയെ പറ്റിയാണ് പറയുന്നത്. दक्षिण वाम दोनों पंखों में सलेटी और सफ़ेद आलेखन स्पष्ट होने लगे. അപ്പോൾ ദക്ഷിൺ വാം ദോനോം പങ്കോ മേ, രണ്ട് സൈഡിലുമുള്ള ആ ചിറകുകൾ താഴെ വശത്തുള്ള പോർഷനിൽ എങ്ങനെ ആ നെഞ്ചിൻ്റെ ആ പോർഷനിൽ പങ്കോം പർ എന്താണ് ദോനോം പങ്കോ മേ സലേട്ടി ഓർ സഫേദ് ആലേഖൻ സ്പഷ്ട ഹോനെ ലഗെ. നല്ലോണം അതിനെ വേറെ തന്നെ എടുത്ത് കാണിക്കുന്നത് പോലെ വെളുത്ത ലൈനിലുള്ള എന്താണ് ആലേഖൻ സ്പഷ്ട ഹോനെ ലഗ, കാണാനായിട്ട് സാധിച്ചു. അതായത് ഇങ്ങനെ എടുപ്പ്, അതിൻ്റെ എടുപ്പിനെ പറ്റിയാണ് പറയുന്നത്. പൂഞ്ച് ലംബി ഹുയി और उसके पंखों पर चंद्रिकाओं के इंद्रधनुषी रंग उद्दीप्त हो उठे. പൂഞ്ച് ലംബി ഹോ ഗയി, നല്ല നീളം, അതിൻ്റെ നീളം കൂടി അതിൻ്റെ വാലിന്. और उसके पंखों पर അതിൻ്റെ ആ ചിറകുകളിൽ എന്താണ് ചന്ദ്രികാവും കെ ഇന്ദ്രധനുഷി രംഗ്, ചന്ദ്രിക ക്രസൻറ്റ് ഷേപ്പിൽ ഉള്ള എന്താണ് റെയിൻബോ കളേഴ്സ്. ഉദ്ദീപ്ത് ഹോട്ടെ, ഉദ്ദീപ്ത് എന്ന് പറഞ്ഞാൽ ഇല്ലുമിനേറ്റ്, അതായത് എടുത്ത് കാണാൻ തുടങ്ങി, ഇല്ലുമിനേറ്റ് ആവാൻ തുടങ്ങി. ഉദ്ദീപ്ത് ഹോനെ ലഗെ. ഓക്കെ. रंग रहित पैरों को गर्वीली गति ने एक नई गरिमा से रंजित कर दिया. അപ്പോൾ रंग रहित, കാലുകൾക്ക് അങ്ങനെ നിറം എന്ന് പറയാൻ ഇല്ലായിരുന്നു. പക്ഷേ ആ നടത്തം, ആ ഗർവീലി ഗതി, ആ എടുത്ത് കാണിക്കുന്ന ആ എടുപ്പുള്ള ആ ഗൗരവത്തോടെയുള്ള ആ നടത്തം എന്താണ്, അതിനൊരു ഗൗരവത്തിൻ്റെ ഒരു നിറം തന്നെ നൽകി ആ കാലുകൾക്ക് എന്നാണ് പറയുന്നത്. ആ നടത്തത്തിൻ്റെ ആ ഗതിനെ എക് നയി ഗരിമാസി, ഒരു എടുപ്പ് അല്ലെ, ഗരിമ ഗൗരവം കൊടുത്തു. ആ ഒരു ഗൗരവത്തിൻ്റെ ഒരു നിറം തന്നെ ആ കാലുകൾക്ക് നൽകി എന്നാണ് പറയുന്നത് ലേഖിക. उसका गर्दन ऊंची कर देखना, विशेष भंगिमा के साथ उसे नीची कर दाना चुगना, पानी पीना, टेढ़ी कर शब्द सुनना आदि क्रियाओं में जो सुकुमारता और सौंदर्य था उसका अनुभव देख कर ही किया जा सकता है. ഇപ്പോൾ ലേഖിക പറയുകയാണ് അതിൻ്റെ ഓരോ പ്രവൃത്തികൾ അത് നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. അതായത് ഉസ്കാ ഗർദൻ ഊഞ്ചി കർ ദേഖ്ന, ഇങ്ങനെ മുകളിലോട്ട് നോക്കുന്ന ആ രീതി, കഴുത്തിങ്ങനെ പൊക്കി മുകളിലോട്ട് നോക്കുന്ന ആ രീതിയും, പിന്നെന്താണ് വിശേഷ് ഭംഗിമാക്കെ സാത്തുസെ നീച്ചേ കർ ദാന ചുഗ്ന, ഭംഗിമ നല്ല സ്റ്റൈലിൽ ആ കഴുത്തിങ്ങനെ താഴോട്ടാക്കിയിട്ട് ആ ഭക്ഷണം കഴിക്കുന്ന ആ ദാന ചുഗ്ന, അരിമണികൾ കഴിക്കുന്ന ആ രീതിയും, പാനി പീന വെള്ളം കുടിക്കുന്ന രീതിയും, പിന്നെന്താണ് ടേഡിക്കർ ശബ്ദ സുന്ന, എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ കഴുത്തിങ്ങനെ ചെരിച്ച് ഇങ്ങനെ ശബ്ദം കേൾക്കുക. പിന്നെന്താണ് ആദിക്രിയാവോമേജ് സുകുമാരത ഒരു സൗന്ദര്യത, ഈ ക്രിയകളിലൊക്കെ അവർ ആ പക്ഷി ചെയ്യുന്ന ആ പ്രവൃത്തികളിലൊക്കെ എന്താണ് സുകുമാരത, അതായത് ഒരു എലഗൻസ് ഉണ്ടായിരുന്നു, അതൊരു സൗന്ദര്യം ഉണ്ടായിരുന്നു അതിൽ. ഉസ്കാ അനുഭവ് ദേഖ് കർ ഹി കിയാ ജാ സക്താ ഹൈ, അത് കാണേണ്ടത് തന്നെയാണ്, അതിന് അനുഭവിക്കണമെങ്കിൽ അത് കാണേണ്ടത് തന്നെയാണ്. ഗതിക ചിത്ര നഹി ആങ്കാ ജാ സക്ത, അതായത് ആ പ്രവൃത്തി, ആ ക്രിയകൾ അത് ഞങ്ങൾ കാണേണ്ടത് തന്നെയാണ്, അത് ഞങ്ങൾ ഫീൽ ചെയ്തിട്ട് തന്നെ അത് മനസ്സിലാക്കണം എന്നാണ് ലേഖിക പറയുന്നത്. मोरनी का विकास मोर के समान चमत्कारिक तो नहीं हुआ, परंतु अपनी लंबी धूप चाही गर्दन, हवा में चंचल कलगी, पंखों की शाम श्वेत पत्र लेखा, मंथर गति आदि से वह भी मोर की उपयुक्त सहचारिणी होने का प्रमाण देने लगी. അപ്പോൾ മോർണിക വികാസ് മോർ കെ സമാൻ ചമത്കാരിക് തോ നഹി ഹുവ, അതായത് ആ മോർണിയുടെ ആ പീഹനിൻ്റെ ആ വ്യത്യാനം, ആ ശരീരത്തിൽ വന്ന അതിൻ്റെ കായാകൽപ്പിൽ വന്ന വ്യത്യാസങ്ങൾ അത്രയധികം പീകോക്കിനെ പോലെ അത്രയധികം അതിശയിപ്പിക്കുന്ന തരത്തിലുള്ളതായിട്ട് മാറിയില്ല, വ്യത്യാസങ്ങൾ അത്ര കൂടുതൽ വന്നില്ല എങ്കിൽ പോലും അപ്നി ആ ലംബി ധൂപ്
ചാഹി ഗർദൻ, അതായത് ആ നീളമുള്ള ആ കഴുത്തും, അതായത് ധൂപ് ചാഹി ഷെയ്ഡൊക്കെയുള്ള ആ സൂര്യകിരണങ്ങൾ വീഴുമ്പോഴുള്ള ഒരു ഷെയ്ഡ്സ് പോലെ ഇങ്ങനെ വരും സിൽക്കി ആയിട്ട്. അങ്ങനെ ധൂപ് ചാഹി ഗർദനും, പിന്നെ എന്താണ് ഹവാമേ ചഞ്ചൽ കലകി, ആ കാറ്റിൽ ഉലയുന്ന ആ ക്രസ്റ്റും തലയിലുള്ള ആ കലകിയും, പിന്നെ പങ്ഖോമേ ശ്യാം ശ്വേത് പത്രലേഖ, പിന്നെന്താണ് പങ്ഖോമേ ആ ചിറകുകളിലുള്ള ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെ ശ്യാം ശ്വേത് പത്രലേഖ ആ ലൈൻസ് അതിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ചിറകുകളിൽ. പിന്നെ മന്ഥർ ഗതി, പിന്നെ സ്ലോലിയുള്ള ആ മൂമെൻറ്റ്, ധീമി ധീമി ചാൽ അല്ലേ മന്ഥർ ഗതി. ആദിസെ വഹ് ബി മോർ കി ഉപയുക്ത സഹചാരണി. അപ്പോൾ പീഹനും എന്താണ് പീകോക്കിന് പറ്റിയ ഒരു കമ്പാനിയൻ എന്ന രീതിയിൽ, സഹചാരിണി എന്ന രീതിയിൽ, ഒരു കമ്പാനിയൻ എന്ന രീതിയിൽ അത് പ്രൂഫ് കൊടുക്കുന്നുണ്ടായിരുന്നു, അതായത് എവിഡൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. പ്രമാൺ ദേനെ ലഗി, അതായത് ആ പീകോക്കിന് പറ്റിയ പീഹനാണ് എന്ന് തെളിയിക്കുന്നുണ്ടായിരുന്നു. नीलाभ ग्रीवा के कारण മോർ കാ നാം രഖാ ഗയാ നീലകണ്ഠ്. അപ്പം നീല കഴുത്തുള്ള, അതായത് ഒരു ആഭ, ഒരു വെളിച്ചമുണ്ടായിരുന്നു കഴുത്തിന്. നീലാഭ് ഗ്രീവ അല്ലേ, നീളത്തിലുള്ള ആ നീല കളറിങ്ങനെ തിളങ്ങുന്ന ആ കഴുത്ത് ഉള്ളത് കാരണം ആ മോറിന് പീകോക്കിന് ലേഖിക പേരിട്ടു നീലകണ്ഠ് എന്ന്. ഓർ ഉസ്കി ഛായാക്കെ സമാൻ രഹനേക്ക് കാരണം, അതിൻ്റെ ഒരു നിഴൽ എന്ന രീതിയിലായിരുന്നു ആര് ആ പീഹൻ ഉണ്ടായിരുന്നത്. കാരണം മോർനി കാ നാമകരൺ ഹുവ, മോർനി പീഹൻ എന്താണ് പേര് നൽകിയത്, രാധ എന്നുമാണ് ലേഖിക പേര് നൽകിയത്. ഇത് നീലകണ്ഠ് എന്ന അധ്യായത്തിൻ്റെ ആദ്യത്തെ പാർട്ടാണ്. ഇനി അടുത്ത പാർട്ടുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അതുവരെ കീപ് റീഡിങ്, കീപ് ലേണിംഗ്, ഹാപ്പി ലേണിംഗ്. താങ്ക് യു.